രേണു സുധി, രേഷ്മ പി തങ്കച്ചൻ. ഈ രേഷ്മ പി തങ്കച്ചന്റെ ഒരു കുൽസിത ചാറ്റ് ഷഫീന ബീവി എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. കുറെ കാലമായിട്ട് ഈ ഷഫീന ബീവിയും രേണു സുധിയും തമ്മിലുള്ള ഒരു കോൾഡ് വാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഷഫീന ബീവി പറയുന്നത്, ഈ വീഡിയോയോട് കൂടി ഞാൻ ഇത് അവസാനിച്ചിരിക്കുന്നു, ഇനി ഇതിന്റെ പുറകെ ഇല്ല, ബാക്കിയുള്ള നിയമവശങ്ങളായിട്ട് പുറകെ പോകാം എന്നുള്ള കാര്യങ്ങളാണ് ഷഫീന ബീവി പറയുന്നത്. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കാം, ഇതൊക്കെ അവന്റെ പേഴ്സണൽ കാര്യമല്ലേ, അവളുടെ പേഴ്സണൽ കാര്യമല്ലേ, ഇതൊക്കെ എടുത്തിട്ട് എന്തിനാ വീഡിയോ ആക്കണേ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ ഇതെവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, കൊല്ലം സുധി മരിച്ചതിന് ശേഷമാണ് രേണു സുധി ഇത്രയധികം പോപ്പുലർ ആയത്. ആ മരണത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കിട്ടിയതും രേണു സുധിക്കാണ്. എല്ലാം നല്ല കാര്യം, അവർ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയിട്ട് രേണു സുധി വേണ്ടതൊക്കെ കിട്ടി, അവർക്ക് വീട് കിട്ടി, എല്ലാം കിട്ടി, മാക്സിമം കിട്ടേണ്ടതൊക്കെ കിട്ടി. പക്ഷേ വീണ്ടും എല്ലാം സുധിയേട്ടന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ അവതാരങ്ങളെ കാണിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാണ്ടിരിക്കുക? ഇപ്പൊ എല്ലാ യൂട്യൂബറും രേണു സുധിനെ പ്രതികരിക്കുന്നുണ്ട്, അത് ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങത്തന്നെ അപരാധങ്ങളാണ് കാണിച്ചു കൊടുക്കണേ. അല്ലെങ്കിൽ വന്നിട്ട് ഓപ്പൺ ആയിട്ട് പറയണം, ഞാൻ ഇങ്ങനത്തോളാണ്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിന് നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും ഈ പ്രശ്നം. പക്ഷെ ഈ വെള്ള പൂശിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും 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 കുത്തി 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 പുറത്തേക്ക് വരുന്നത്. നമുക്ക് എന്തായാലും ആ ഷഫീന ബീവി പബ്ലിക് ആക്കിയ അല്ലെങ്കിൽ ലീക്കാക്കിയ നമ്മളെ ആ കുൽസിത ചാറ്റ് ഒന്ന് നിങ്ങളെ ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതില് ചോദിക്കുന്നത് ഏതോ ഒരു UK ചെങ്ങായാന്ന് തോന്നുന്നു, ഇൻസ്റ്റാഗ്രാമിലാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. നേരിട്ട് കാണാൻ പറ്റുമോ, ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. അതിനെ ഫസ്റ്റ് റിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ തിരിച്ചു ചോദിക്കുമ്പോൾ എൻ്റെ മാനേജറെ കോണ്ടാക്ട് ചെയ്യൂന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇത് എങ്ങോട്ടൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഷഫീന ബീവി പറയുന്നതൊക്കെ സത്യമായിട്ട് വരികയാണ്. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഷഫീന ബീവി പറയുന്നുണ്ട്, ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, ഇതിന്റെ എല്ലാത്തിന്റെ തെളിവും എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് യൂട്യൂബിൽ ന്യൂഡിറ്റി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാത്തത് എന്നും, ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിക്കുകയാണെങ്കിൽ പോലീസിന് വേണ്ടിയിട്ട് ഞാനിത് കൊടുക്കാം എന്നുള്ള കാര്യം ഷഫീന ബീവി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാനിപ്പുലേറ്റ് ചാറ്റോ പിന്നെ ഫേക്ക് ചാറ്റോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം യൂട്യൂബിൽ വന്നിട്ട് ഇത്ര ആളെയും കാണുന്ന ചാനലിൽ കൂടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരില്ലല്ലോ. ഇനി അതേപോലെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നത്, ഈ ഫേസ്ബുക്ക് ക്ലോസ് ചെയ്തത് രേണു സുധി തന്നെയാണ്. അതിന്റെ വേറെന്തോ അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള വശം എനിക്കറിയില്ല, അതിന്റെ പേര് മാറ്റി വരുന്നോ, അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിന് പേര് മാറ്റിയത്. അഥവാ ചാറ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ രേണു സുധി എന്നല്ലാത്ത രേഷ്മ പി തങ്കച്ചൻ എന്ന പേര് വരട്ടെ എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പേരൊക്കെ മാറ്റി എന്നുള്ളതാണ് കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ പെണ്ണുങ്ങള് ഈ ലേഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത പഠിച്ച കള്ളിയാണ്. അപ്പൊ കുറെ കാര്യങ്ങള് ഇനിയും പുറത്തു വരാൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ല, എനിക്കതല്ല, ഞാൻ ആലോചിക്കുന്നത്, ഇവർക്ക് വളർന്നു വരുന്ന ഒരു പിന്നെ ചെക്കനില്ലേ, ആ ചെക്കൻ ഇനി വളർന്നു വരുമ്പം അവന്റെ അമ്മയോട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എത്രത്തോളം പോസിറ്റീവാണോ അത്രത്തോളം പോസിറ്റീവാണ്, എത്രത്തോളം നെഗറ്റീവാണോ അത്രത്തോളം നെഗറ്റീവാണ്. ഇതിൽ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തേച്ചാലും മാച്ചാലും പോകില്ല. അങ്ങ് എത്ര കാലമായി കഴിഞ്ഞാലും ഇത് ഇവിടെ തന്നെ കാണും. എന്ത് ഡിജിറ്റ് ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും അടുത്ത് ഈ സാധനം ഉണ്ടാവും, അവരെപ്പോഴും ലീക്കാവും. ഇനി ഈ ചെക്കൻ സ്കൂളിൽ പോകുകയാണെങ്കിലോ കോളേജിൽ പോകുകയാണെങ്കിലോ ഇവനോട് അവന്റെ 4 ഫ്രണ്ട്സുകളോ ഇതൊക്കെ അറിഞ്ഞിട്ട് ആ ചെക്കനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ചെക്കന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അവൻ അമ്മേന്റെ പേരും പറഞ്ഞ് പ്രൗഡ് ചെയ്യുക, അല്ലെങ്കിൽ തലകുലിച്ചിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരിക ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണ്ടേ? വന്നിട്ട് പറയും, ഞാൻ എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ സുധിയേട്ടന് വേണ്ടിയിട്ടാണെന്ന് വന്നിട്ട് പറയുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ ട്രിഗർ കയറുന്നത്. കിച്ചു എന്തായാലും ഒരു വഴിക്കേക്ക് പോയി ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് അവന്റെ ലൈഫ് നോക്കിയിട്ട് ഒരു സൈഡിലൂടെ കൂടെ പോകുന്നുണ്ട്. അവൻ എങ്ങനെയെങ്കിലും ആയിട്ട് എന്തെങ്കിലും പാട്ടും പാടിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കൂടി എന്തെങ്കിലും ആയിട്ട് രക്ഷപ്പെടട്ടെ. നിങ്ങൾക്ക് വളർന്നു വരുന്ന ഒരു മകനല്ലേ, ആ മകനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണ്ടേ? ഇനി പിന്നെ അടുത്ത ക്യാപ്സൂളും കൊണ്ട് എന്തായാലും തിരിച്ചു വരും, ഇത് എന്റെ എന്നല്ല, ഇത് ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനാണ് കൃത്യമായിട്ടുള്ള ഷെഫീന ബീവി കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു വെച്ചിട്ടാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. എന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള പ്രൂഫും കാര്യങ്ങളുണ്ട്, അത് ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ആര് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോ വന്ന് വേണമെങ്കിലും കൊടുക്കാം. അതായത് യൂട്യൂബർക്ക് കൊടുക്കില്ല. നിയമപരമായിട്ട് പോലീസ് വന്ന് ചോദിക്കട്ടെ, ഞാൻ കൃത്യമായിട്ട് കൊടുക്കാന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഷഫീന ബി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയായിട്ട് തോന്നും. ഈ സ്വർണ്ണക്കടത്തിന്റെ കാര്യം, ബാക്കിയുള്ള കാര്യങ്ങളും, ദുബായിൽ എന്തിനാണ് ഇത്രയും കാലം പോയി താമസിക്കുന്നത്. അത് മുന്നേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ 10 ദിവസം 15 ദിവസം ഒരാൾ താമസിക്കുക, ഇതൊക്കെ എങ്ങനെയാ ഇതുവരെ കാണില്ലാത്തതാണ്. ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടത്ര പൈസ ഉണ്ടെന്നേ. ഇവർക്ക് ഉദ്ഘാടനത്തിന് ഉദ്ഘാടനം, ആൽബത്തിന് ആൽബം, ഫോട്ടോഷൂട്ടിന് ഫോട്ടോഷൂട്ടും, പോട്ടെ സബ്സ്ക്രിപ്ഷന് അതിൽ നിന്ന് കിട്ടുന്ന പൈസ, ഇതൊക്കെ മതിയില്ലേ ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇനി കൂടുതൽ പൈസക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ എവിടെയാ കൊണ്ടുപോയി വെക്കുക നിങ്ങൾ? വേറൊരു കാര്യം, ഈ സംഭവത്തിന് വേണ്ടിയിട്ട് മാനേജറോ ബാക്കിയുള്ള കാര്യങ്ങൾ, ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളോ നോക്കാൻ വേണ്ടിയിട്ടാണ്, മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജർ. ഈ കുൽസിത പരിപാടിക്ക് വേണ്ടിയിട്ടും എന്റെ മാനേജറോട് പറയണം എന്ന്. അതുപോലെ ഷഫീന ബീവി പറയുന്നുണ്ട്, എന്റെ കൈമ കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ട്, നിന്റെ റേറ്റ് എത്രയാന്നുള്ള കാര്യം വരെ ഞാൻ പബ്ലിക് ആക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അത്രക്കായിട്ട് ചലഞ്ച് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള പ്രൂഫ് ഷഫീന ബീവിന്റെ കയ്യിൽ വെച്ചിട്ടായിരിക്കും സംസാരിക്കാം. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നല്ല, സാധാരണ പോലെ ആൽബങ്ങളോ വീഡിയോകളോ ഫോട്ടോഷൂട്ടോ ചെയ്തിട്ട് ജീവിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, തെറ്റായ കാര്യങ്ങളിൽ പോകാൻ നോക്കുക. ആ ചെറുക്കന്റെ ജീവിതം, ആ ചെക്കന്റെ ജീവിതം കൃത്യമായിട്ട് നോക്കാം. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ബാക്കി നിങ്ങളെ സ്വാമിയേ ശരണയ്യപ്പ, ബാക്കി എന്താന്ന് വെച്ചാൽ അങ്ങ് നോക്കാം. അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.